my dear students, I am Harita, your teacher for Managerial Economics. Today let us discuss about what is Managerial Economics, and it is a very important topic. So let us start our class. What is Managerial Economics? Before that, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആഡം സ്മിത്തും റിക്കാർഡോ, അതേപോലെ സോഷ്യലിസ്റ്റ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള മാർഷൽ, പിഗോ, റോബിൻസൺ, അതുപോലെ തന്നെ മോഡേൺ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ജെ.എം. കെയ്ൻസ് ആൻഡ് സാമുവൽസൺ, ഈ വ്യക്തികൾ എല്ലാവരും നമ്മുടെ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നവരാണ്, ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അവർ നൽകിയ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്കണോമിക്സിനെ കുറച്ച് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെൽത്ത് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ വെൽത്ത് ഓഫ് നാഷൻ, നമ്മുടെ ആഡം സ്മിത്ത് ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ 1776 ആഡം സ്മിത്ത് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ നെയിമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. ഈ ബുക്ക് പബ്ലിഷ് അത് പബ്ലിഷ് ചെയ്തപ്പോഴാണ് റിയൽ ആയിട്ടുള്ള ഒരു സയൻസ് ഓഫ് എക്കണോമിക്സ് അവിടെ ജനിച്ചത്. ഓക്കെ, അപ്പോൾ ആഡം സ്മിത്ത് 1776 അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ടാണ് റിയൽ ആയിട്ടുള്ള ഒരു സയൻസ് ഓഫ് എക്കണോമിക്സ് അവിടെ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ആഡം സ്മിത്തിനാണ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് വ്യക്തി. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്. അതുപോലെ തന്നെ he defined economics as the study of the nature and cause of national wealth. ഓക്കെ, അപ്പോൾ അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ വെൽത്തിൻ്റെ അഥവാ ദേശീയ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണത്തെയും കുറിച്ചിട്ടുള്ള പഠനമായിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആഡം സ്മിത്ത് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, നാഷണൽ വെൽത്തിൻ്റെ അതായത് ദേശീയ വരുമാനത്തിൻ്റെ സ്വഭാവത്തെയും കാരണത്തെയും കുറിച്ചിട്ടുള്ള പഠനമായിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. According to him, economics is the study of wealth. How wealth is produced and distributed. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നുള്ളത് വെൽത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, വെൽത്ത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, വെൽത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ടേമിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, പോപ്പുലറായിട്ട് വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിലാണ് നമ്മുടെ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനെ എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. കാരണം അദ്ദേഹം വെൽത്തിനാണ്, എക്കണോമിക്സ് വെൽത്തിനാണ് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ദേശീയ അതായത് നാഷണൽ വെൽത്തിനാണ് അദ്ദേഹം എന്ത് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരേണ്ടത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ നെയിമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. വെൽത്ത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ആയിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ അങ്ങനെയാണ് വെൽത്ത് ഓഫ് ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, നമുക്ക് മനസ്സിലായി എന്താണ് വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ വെൽത്ത് ഡെഫിനിഷന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സൈഡാണെങ്കിലും അതിന് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഡെഫിനേഷന് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ടു മച്ച് എംഫസൈസ് ഓൺ വെൽത്ത്. അത് ഫസ്റ്റ് ഒരു എന്താണ് ക്രിട്ടിസൈസ് ആണ്. എന്താണ്, സമ്പത്തിന് അമിതമായ ഊന്നൽ കൊടുത്തു, അമിതമായ ഇമ്പോർട്ടൻസ് കൊടുത്തു, സമ്പത്തിന് വെൽത്തിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് വെൽത്ത്, അത് വെൽത്തിനെ കുറിച്ചുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, എന്താണ് സമ്പത്തിനെ കുറിച്ചിട്ട് എന്താണ് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ആയിരുന്നു. നോ കൺസിഡറേഷൻ ഫോർ ഹ്യൂമൻ ഫീലിങ്സ്, മനുഷ്യന്റെ ഫീലിങ്സിനെ അവരെന്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ ഡെഫിനിഷൻ ഹ്യൂമൻ ഫീലിങ്സിനെ കൺസിഡർ ചെയ്തിട്ടില്ല, അതൊരു ക്രിട്ടിസൈസ് ആണ്. ഓക്കെ, നോ മെൻഷൻ ഫോർ മെൻസ് വെൽഫെയറിനെ കുറിച്ചിട്ട് എന്താണ് ഒന്നും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നോ മെൻഷൻ ഫോർ മെൻസ് വെൽഫെയറിനെ കുറിച്ചിട്ട് ഒന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ലാസ്റ്റ് വൺ, സൈലന്റ് അബൌട്ട് എക്കണോമിക്സ് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ക്രിട്ടിസൈസ് ആണ് അദ്ദേഹത്തിന്റെ വെൽത്ത് ഡെഫിനിഷന് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അടുത്ത ഡെഫിനിഷൻ ആയിട്ടുള്ള വെൽഫെയർ ഡെഫിനിഷന് അവിടെ എന്ത് ചെയ്യുന്നത്, പുനർജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വെൽത്ത് ഡെഫിനിഷന് നമുക്ക് കുറേ ക്രിട്ടിസൈസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ട് വെൽഫെയർ ഡെഫിനിഷൻ എന്ത് ചെയ്തത്, ഉത്ഭവിക്കുന്നത്, അത് ബോൺ ചെയ്യുന്നത്. വെൽഫെയർ എന്താണ് ഡെഫിനിഷന് അവിടെ ഉണ്ടാവുന്നത്. ഇനി വെൽഫെയർ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെൽത്ത് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെൽത്ത് ഡെഫിനിഷനിൽ നിന്നും നമ്മുടെ എക്കണോമിക്സിനെ രക്ഷിച്ചിട്ട് എന്താണ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ്, അതായത് ആൽഫ്രഡ് മാർഷൽ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ് എന്താണ് വെൽഫെയർ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളിൽ നിന്ന്, ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് വിമർശനങ്ങൾ പറഞ്ഞു അല്ലേ, അതായത് വെൽത്ത് ഡെഫിനിഷനെതിരെയുള്ള കുറച്ച് വിമർശനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വിമർശനങ്ങളിൽ നിന്ന് നമ്മുടെ എക്കണോമിക്സിനെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ മാർഷൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. ഓക്കെ, മാർഷൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നത് നമ്മുടെ ആഡം സ്മിത്തും വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആൽഫ്രഡ് മാർഷലുമാണ്. ഓക്കെ, അപ്പോൾ 1980 അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള പുസ്തകം എന്ത് ചെയ്തു, ആ ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ അദ്ദേഹം 1980 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള പറഞ്ഞ ബുക്ക് അദ്ദേഹം എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ബുക്ക് എന്താണ്, വെൽത്തിൽ നിന്നും എന്താണ് ഹ്യൂമൻ വെൽഫെയറിലേക്ക്, അതായത് വെൽത്തിൽ നിന്നും ഹ്യൂമൻ വെൽഫെയറിലേക്ക് പ്രാധാന്യം നൽകി. അതായത് വെൽത്തിനേക്കാളും ഹ്യൂമൻ വെൽഫെയറിന് പ്രാധാന്യം നൽകി. അതായത് 1980 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിള് വെൽത്തിൽ നിന്നും ഹ്യൂമൻ വെൽഫെയറിലേക്ക് പ്രാധാന്യം നൽകി. അത് മാറി, വെൽത്തിൽ നിന്നും ഹ്യൂമൻ വെൽഫെയറിലോട്ട് അത് ഷിഫ്റ്റായി, അത് മാറി. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ 1980 അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് വെൽത്തിൽ നിന്നും വെൽഫെയറിലോട്ട് എന്ത് ചെയ്തു, ഹ്യൂമൻ വെൽഫെയറിലോട്ട് പ്രാധാന്യം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, എക്കണോമിക്സ് എന്നുള്ളത് ഒരു വശത്ത് വെൽത്തിനെ കുറിച്ചിട്ടും മറ്റു വശത്ത് വെൽഫെയറിനെ കുറിച്ചിട്ടുമുള്ള പഠനമായിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ നോക്കിക്കാണുന്നത്. എക്കണോമിക്സ് എന്നുള്ളത് ഒരു വശത്ത് വെൽത്തിനെ കുറിച്ചിട്ടും മറുവശത്ത് വെൽഫെയറിനെ കുറിച്ചിട്ടുമുള്ള പഠനമായിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ഓക്കെ, നമ്മുടെ മാർഷല് പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് മെന്നിനും അതുപോലെ സെക്കൻഡറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് വെൽത്തിനുമാണ്. അതായത് ഹ്യൂമൻ വെൽഫെയറിനാണ് അദ്ദേഹം പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, വെൽത്തിന് അദ്ദേഹം സെക്കൻഡറി ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് മെന്നിനാണ്, വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. മറ്റ് വെൽത്തിന് അദ്ദേഹം സെക്കൻഡറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ.
അത് മാത്രമല്ല എന്താണ് ഈ മാർഷലിന്റെ അതേ ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ പിഗോ എന്ന് പറഞ്ഞ വ്യക്തി. നമ്മുടെ മാർഷലിന്റെ അതേ കോൺസെപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന അതേ ചിന്താഗതിയിലൂടെ പോകുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു പിയാഗോ എന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ തന്നെ ദിസ് ഡെഫിനിഷൻ ക്ലാരിഫൈ ദ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആൻഡ് rescued economics from the grip of beings called decimal science. Okay, ഒന്നുകൂടി നോക്കാം. This definition clarified the scope of economics and rescued economics from the grip of being called decimal science. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അതായത് ഈ ഡെഫിനിഷന് നമ്മുടെ എക്കണോമിക്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഡിസിമൽ സയൻസ് എന്നുള്ള പേരിൽ നിന്നും എന്താണ് നമ്മുടെ എക്കണോമിക്സിനെ രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അത് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത് നമ്മുടെ എക്കണോമിക്സിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നും ഈ ഡിസിമൽ സയൻസ് എന്നുള്ള പേരിൽ നിന്നും എന്താണ് നമ്മുടെ എക്കണോമിക്സിനെ എന്താണ് രക്ഷപ്പെടുത്തിയെന്നാണ് ഈ ഡെഫിനിഷനിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനോട് കൂടി അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ എക്കണോമിക്സിൻ്റെ വ്യാപ്തി സ്കോപ്പ് എത്രത്തോളം ഉണ്ടുവെന്നും അതുപോലെ തന്നെ ഡിസിമൽ സയൻസ് എന്നുള്ള പേരിൽ നിന്നും നമ്മുടെ എക്കണോമിക്സിനെ എന്ത് ചെയ്തു, അദ്ദേഹം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ക്ഷേമം കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല, കറക്റ്റായിട്ട് നമുക്കത് മെഷർ ചെയ്യുന്നത് പോസിബിൾ അല്ല എന്നുള്ള റീസൺ കാരണം ഈ ഒരു ഡെഫിനിഷനും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ ക്ഷേമം കറക്റ്റായ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ ഈ ഒരു വെൽഫെയർ ഡെഫിനിഷനും എന്തിനിരയായി, ക്രിട്ടിസൈസിന് ഇരയായി, ഇത് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് നമ്മുടെ ഈ വെൽഫെയർ ആയിട്ടുള്ള ഈ വെൽഫെയർ ഡെഫിനിഷൻ വാല്യൂബിൾ ആയിട്ടുള്ള സർവീസ് ഇഗ്നോർ ചെയ്തതാണ് പറയുന്നത്. അത് നമ്മുടെ വെൽത്ത് ഡെഫിനിഷന് എന്താണെങ്കിൽ ഈ ഒരു ഡെഫിനിഷന് വാല്യൂബിൾ ആയിട്ടുള്ള എന്താണ് ഒരുപാട് സർവീസുകൾ ഇഗ്നോർ ചെയ്യപ്പെട്ടു. ലൈക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അതുപോലെ തന്നെ ലോയേഴ്സിൻ്റെ സിംഗേഴ്സിൻ്റെ ഒക്കെ എന്താണ് സർവീസുകൾ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്യപ്പെട്ടു എന്നാണ് അവർ ആ രീതിയിലൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡെഫിനിഷനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽത്ത് ഡെഫിനിഷൻ നോക്കി, വെൽഫെയർ ആൽഫ്രഡ് മാർഷൽ ആണ് 1980 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള ആർട്ടിക്കിളിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്, വെൽത്തിൽ നിന്നും അദ്ദേഹം എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തു, വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, വെൽത്തിൽ നിന്നും വെൽഫെയറിലോട്ട് എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താണ് ഏതൊരു എക്കണോമിക്സിനും രണ്ട് സൈഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് വെൽഫെയറും നെക്സ്റ്റ് വരുന്നത് എന്താണ് വെൽത്തിനുമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതുപോലെ തന്നെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഏതിനായിരുന്നു, മെൻസ് വെൽഫെയറിനായിരുന്നു. അതിന് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമായിട്ട് മാത്രമാണ് അദ്ദേഹം വെൽത്തിനെ നോക്കി കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല അദ്ദേഹം എക്കണോമിക്സിനെ കണ്ടിട്ടുള്ളത് എക്കണോമിക്സിന്റെ വ്യാപ്തിയും അതുപോലെ തന്നെ ഈ ഡിസിമൽ സയൻസ് എന്നുള്ള പേരിൽ നിന്നും എന്താണ് നമ്മുടെ എക്കണോമിക്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. അതുമാത്രമല്ല ഈ ഒരു ഡെഫിനേഷനും ഒരുപാട് വിമർശനങ്ങൾക്ക് എന്താണ് വിധേയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു മെഷർ കറക്റ്റായിട്ട് നമ്മുടെ എക്കണോമിക്സിന്റെ വ്യാപ്തി കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയ സർവീസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ എന്താണ് സർവീസുകൾ പോലും അദ്ദേഹം ഇഗ്നോർ ചെയ്തു എന്നുള്ളതും അദ്ദേഹത്തിന് ഈ ഒരു ഡെഫിനേഷന് നേരിടേണ്ടി വന്ന ക്രിട്ടിസൈസുകളാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഡെഫിനേഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഓക്കെ, സ്കേഴ്സ് ഡെഫിനിഷൻ ആഫ്റ്റർ ആൽഫ്രഡ് മാർഷൽ ലയണൽ റോബിൻസൺ എന്നുള്ള വ്യക്തി 1932 അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം വ്യൂ, അതായത് എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം കോൺസെപ്റ്റ് എന്താണ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1932 1932 അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള
ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ എക്കണോമിക്സ് എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു കൊണ്ടുവന്നു. ഓക്കെ, അതാണ് സ്കേഴ്സ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മാർഷലിന് ശേഷം ഈ ലയണൽ റോബിൻസൺ പറഞ്ഞ വ്യക്തി 1932 1932 അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ എക്കണോമിക് സയൻസ് എന്നുള്ള പുസ്തകത്തിലൂടെ എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള വ്യൂ എന്ത് ചെയ്തു കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സ്വന്തമായ കോൺസെപ്റ്റ് എന്ത് ചെയ്തു അദ്ദേഹം എന്താണ് കൊണ്ടുവന്നു. അക്കോർഡിംഗ് ടു ഹിം, ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഈസ് ദ സയൻസ്, ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ end and scarce means which have alternative use. Okay, ഒന്നുകൂടി നോക്കാം. According to him, economics is the science which studies human behavior as a relationship between end and scarce means which have alternative use. Okay, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നുള്ളത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെയും അതായത് മനുഷ്യ പെരുമാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ബദൽ മാർഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ചിട്ടുള്ള പഠനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓൺ കോൺസെപ്റ്റിൽ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ചിട്ട് അഭിപ്രായപ്പെടുന്നത്. അതായത് നമ്മുടെ മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ബദൽ മാർഗങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമായിട്ടാണ് അദ്ദേഹം എക്കണോമിക്സ് എന്നുള്ളത് അറിയപ്പെടുന്നത്. അതായത് ഒന്നുകൂടി നമുക്ക് നോക്കാം. എക്കണോമിക്സ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ പെരുമാറ്റത്തെയും ബദൽ മാർഗത്തെയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള പഠനമായിട്ടാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്. ഓക്കെ, ഇനി അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അൺലിമിറ്റഡ് വാണ്ട്സ്, സെക്കൻഡ് വൺ സ്കേഴ്സിറ്റി ഓഫ് മീൻസ്, തേർഡ് വൺ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സ്കേഴ്സ് മീൻസ് ആൻഡ് ഫോർത്ത് വൺ ദ എക്കണോമിക്സ് പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അൺലിമിറ്റഡ് വാണ്ട്സ്. എന്താണ്? In his definition, ends refers to human wants which are boundless or unlimited. ഓക്കെ, അതായത് ഹ്യൂമൻ വോൺസ് എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു അതിര് വരുമ്പകളില്ല, അതിനൊരു ലിമിറ്റേഷൻ ഇല്ല, അത് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ബോണ്ട്ലെസ് ആണ്. അതായത് അതിനൊരു അതിര് വരുമ്പകളോ അതിനൊരു പരിധിയോ ഇല്ല. നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ എക്കണോമിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹ്യൂമൻ വാണ്ട്സിന് നമ്മുടെ മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയിലൊക്കെയാണ് പറയുന്നത്. ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതിനൊരു ബൗണ്ടറീസ് ഇല്ല. അതെന്താണ്? ബൗണ്ട്ലെസ് ആണ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആണ്. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് മീൻസ്, അതായത് ലിമിറ്റഡ് റിസോഴ്സ്. സ്കേഴ്സിറ്റി ഓഫ് മീൻസ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ്. ഒരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്താണ്? ലിമിറ്റഡ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അതായത് ടൈം ആൻഡ് ടൈം ആൻഡ് മണി ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് കമ്മിയാണ്. അതായത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന നമുക്ക് റിസോഴ്സ് ആവശ്യമാണ് അല്ലേ? ആ റിസോഴ്സ് അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് ആണ്. അതായത് ടൈമും മണിയൊക്കെ ലിമിറ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സ്കേഴ്സ് മീൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ പരിമിതമായിട്ടുള്ളതാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടറിഞ്ഞിട്ട് വേണം അത് നമ്മൾ യൂസ് ചെയ്യാൻ. നമ്മളത് മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ നല്ല രീതിയിൽ വേണം, തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ റിസോഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ദ എക്കണോമിക് പ്രോബ്ലംസ്. When wants are unlimited, means are scarce and have alternative use, the economics problem arise. നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, അതുപോലെ നമ്മുടെ വിഭവങ്ങളുടെ ദൗർബല്യം, ഇതൊക്കെ എക്കണോമിക്കലി ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് ഉത്ഭവിക്കുന്നുണ്ട്. ഓക്കെ,
Hence, we need to arrange wants in the orderly of urgency. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളെ അർജൻസിയുടെ ബേസിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കണം. അല്ല ഇപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബീങ്സിന്റെ അർജന്റ് ആയ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് വേണം? കഴിക്കാൻ ഫുഡ് വേണം, നമുക്ക് ഒരു വീട് വേണം, നമുക്ക് ഡ്രസ്സ് വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആയിട്ട് നീഡ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ അർജൻസി, നമ്മുടെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാൺസിനെ നമ്മൾ ഒരു ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യണം. ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ നമ്മൾ ഓർഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എന്നാൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് അർജൻറ്റ് ആയിട്ടുള്ള വാൺസെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലിമിറ്റഡ് ഒരു റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്താണ്? അൺലിമിറ്റഡ് വാൺസ്, സ്കേഴ്സിറ്റി ഓഫ് മീൻസ് അഥവാ ലിമിറ്റഡ് റിസോഴ്സ്, ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സ്കേഴ്സ് മീൻസ് ആൻഡ് ദ എക്കണോമിക് പ്രോബ്ലംസ്. ഓക്കെ, അടുത്തതായിട്ട് മോഡേൺ ഡെഫിനിഷൻ. ജെയിം കെയ്ൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു റവല്യൂഷൻ കൊണ്ടുവന്നു, ഒരു എന്താണ് പറയുക, വിപ്ലവം എന്ത് ചെയ്തു? അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അതായത് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ എക്കണോമിക്സ് എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്കേഴ്സ് ആൻഡ് റിസോഴ്സ് എന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് മാനേജ്മെന്റ് എന്നതിനെ കുറിച്ചിട്ടുമുള്ള ഒരു പഠനമായിട്ടാണ്, ഒരു സ്റ്റഡി ആയിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് മോഡേൺ ഡെഫിനിഷനിൽ ജെയിംസ് കെയ്ൻസ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ എക്കണോമിക്സിന് കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ രീതിയിലാണ് അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ റീസെന്റ് പ്രൊഫസർ സാമുവൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണ് ഈ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. ആ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്തു? ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പ്രൊഫസർ സാമുവൽസൺ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡെഫിനിഷന് കൊണ്ടുവരികയും ആ ഡെഫിനിഷനെ നമ്മൾ ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ എന്താണ് അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഡെഫിനിഷൻസ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഓരോ എക്കണോമിസ്റ്റുകളും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇത്ര ഡെഫിനിഷനുകൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അത് ക്രിട്ടിസൈസ് ചെയ്ത കാര്യങ്ങളും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു അല്ലേ? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് മോഡേൺ ഡെഫിനിഷൻ അല്ലേ? ഇതൊക്കെ എന്താണ് ഓരോ എക്കണോമിസ്റ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കോൺസെപ്റ്റിൽ എക്കണോമിക്സ് എന്താണെന്നും അവരെങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതും അത് അവർ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഡെഫിനിഷനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടതും അതെങ്ങനെയാണ് ഓരോ എക്കണോമിസ്റ്റും ഓവർകം ചെയ്ത് പുതിയ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നതും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഏരിയകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ പേരായ മാനേജറിയൽ എക്കണോമിക്സ്. വാട്ട് ഈസ് മാനേജറിയൽ എക്കണോമിക്സ്? നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്കണോമിക്സ് ഈ സബ്ജക്റ്റിന്റെ പേര് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. സോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് മാനേജറിയൽ എക്കണോമിക്സ്? 1951 ജോൺ ഡീൽ എന്ന് പറഞ്ഞ ജോയൽ ഡീൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1951 ജോയൽ ഡീൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ള ബുക്ക് എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ജോയൽ ഡീൽ ഒബ്സർവ്ഡ് ദാറ്റ് മാനേജറിയൽ എക്കണോമിക്സ് ഷോ ഹൗ എക്കണോമിക്സ് analysis can be used in formulating process. John Dale observed that managerial economics managerial economics show how economics analysis can be used in formulating policies. അതായത് എക്കണോമിക്സ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് സാമ്പത്തികത്തെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. അതായത് നമ്മുടെ എന്താണ് എക്കണോമിക്സ് പോളിസി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, എക്കണോമിക്കലി എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ജോയൽ ഡീൻ ഒബ്സർവ്ഡ് ദാറ്റ് മാനേജറിയൽ എക്കണോമിക്സ് ഷോ ഹൗ
എക്കണോമിക്സ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അതായത് എക്കണോമിക്സ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്, വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മാനേജറിയൽ എക്കണോമിക്സ് bridged the gap between traditional economics theory and real business practice in two ways. അതായത് നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സ് ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് തിയറികളും അതുപോലെ തന്നെ റിയൽ ബിസിനസ് പ്രാക്ടീസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതായത് ഗ്യാപ്പ് അവരത് ഇല്ലാതെയാക്കുന്നുണ്ട്. ട്രഡീഷണൽ എക്കണോമിക്സ് തിയറിയും അതുപോലെ തന്നെ റിയൽ ബിസിനസ് പ്രാക്ടീസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാണ്ടാക്കുന്നുണ്ട്. ട്രഡീഷണൽ എക്കണോമിക്സ് തിയറിയും റിയൽ ബിസിനസ് പ്രാക്ടീസും തമ്മിലുള്ള ഗ്യാപ്പ് ആരില്ലാണ്ടാക്കുന്നുണ്ട്, നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ്ലി ഇറ്റ് പ്രൊവൈഡ് നമ്പർ ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു എനേബിൾ ദ മാനേജേഴ്സ് ടു ബിക്കം മോർ കോമ്പിറ്റന്റ് ടു ടേക്ക് ഡിസിഷൻ ഇൻ റിയൽ ആൻഡ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. അതായത് റിയലും പ്രാക്ടിക്കലുമായ സിറ്റുവേഷൻസിൽ നമ്മുടെ മാനേജേഴ്സിന് നല്ല ഒരു ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അതായത് നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, തീരുമാനമെടുക്കാൻ അവർ പ്രാപ്തരാക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റിയൽ ആയിട്ടും പ്രാക്ടിക്കലും ആയിട്ടും വരുന്ന സിറ്റുവേഷനിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ആ മാനേജേഴ്സിന് നല്ല ഡിസിഷൻസ് എടുക്കാനാണ് അവർ എന്താക്കുന്നുണ്ട്, പ്രാപ്തരാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മാനേജേഴ്സിനെ നല്ല സാഹചര്യത്തിനനുസരിച്ചിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ നമ്മുടെ മാനേജർ എക്കണോമിക്സ് എന്താക്കുന്നുണ്ട്, പ്രാപ്തരാക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ മാനേജേഴ്സിനെ നല്ല ഡിസിഷൻ എടുക്കാൻ പ്രാപ്തരാക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, അക്കോർഡിംഗ് ടു പ്രൊഫസർ ഈവൻ ജെ ഡോഗ്ലസ്, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, പ്രൊഫസർ ഈവൻ ജെ ഡോഗ്ലസ്. അത് നമ്മൾ വിചാരിക്കുക നമുക്ക് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. Managerial economics is concerned with the application of business principles and methodologies to the decision-making process within the firm or organization under the condition of uncertainty. നമുക്ക് ഒന്നുകൂടി നോക്കാം. According to Professor Evan J. Douglas, managerial economics is concerned with the application of business principles and methodology to the decision-making process within the firm or organization under the condition of uncertainty. Okay, according to Professor Evan J. Douglas പറയുന്നത്, managerial economics is concerned with the application of business principles and methodologies to the decision making process within the firm or organization under the condition of uncertainty. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഏതാണ്, അതെന്താന്ന് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഈവൻ ജെ ഡോൾസ്, മാനേജറിയൽ എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വ സാഹചര്യത്തിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അതായത് അനിശ്ചിതത്വ സാഹചര്യത്തിൽ, അതായത് അൺകണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി, ഈ സാഹചര്യത്തിൽ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും മെത്തഡോളജിയുമാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്നാണ് നമ്മുടെ പ്രൊഫസർ ഈവൻ ജെ ഡോഗൽസ് പറയുന്നത്. ഒന്നുകൂടി പറയാം. കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വ സാഹചര്യത്തിൽ അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ കണ്ടീഷനിൽ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും മെത്തഡോളജിയുമാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്താണ് നമ്മുടെ പ്രൊഫസർ അഭിപ്രായപ്പെടുന്നത്. ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ അൺസർട്ടനിറ്റി ഓഫ് കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ ഒരു ബിസിനസ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
പ്രിൻസിപ്പിൾസും മെത്തഡോളജിയുമാണ് എന്ത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഈവൻ ജെ ഡോഗസ്, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദ കൺസേൺ വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ബിസിനസ് പ്രിൻസിപ്പിൾസ്, application of business principle and methodology to the decision making process within the firm or organization under the condition of uncertainty. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് യൂസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ്സും യൂസുമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ objectives and use of managerial economics ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഇൻ്റഗ്രേറ്റ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. അതായത് ബിസിനസ് പ്രാക്ടീസുമായിട്ട് എക്കണോമിക്സ് തിയറി എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. സെക്കൻഡ് വൺ, ടു അപ്ലൈ എക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് എക്കണോമിക് കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. To allocate the scarce resource in the optimum manner. അതായത് എന്താണ് ഈ റിസോഴ്സും കാര്യങ്ങൾക്ക് ഒരു ഒപ്റ്റിമം മാനേഴ്സിൽ എന്ത് ചെയ്തു, എന്താണ് അലോക്കേറ്റ് ചെയ്യണം. ടു മേക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് യു ഫേം. അതായത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്, ഒരു ഫേമിന്റെ മൊത്തത്തിലായിട്ടുള്ള എന്താണ് ഒരു ഡെവലപ്മെന്റും എന്ത് ചെയ്യണം, മേക്ക് ചെയ്യണം. ഓക്കെ. ആൻഡ് ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് റിസ്ക്കും അൺസർട്ടനിറ്റി എന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു. ടു ഹെൽപ്പ് ഇൻ ഡിമാൻഡ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡിനും സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. ടു ഹെൽപ്പ് ഇൻ പ്രോഫിറ്റ് മാക്സിമൈസേഷന്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഹെൽപ്പ് ടു അച്ചീവ് ദ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം ലൈക്ക് ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പ്, എക്സ്പാൻഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ്. അതായത് അത് എന്താണ് ഫേംസിന്റെ മറ്റു ഒബ്ജക്ട്സിനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പ്, എക്സ്പാൻഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് എന്നിവയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ഇൻറ്റിഗ്രേറ്റ് എക്കണോമിക്സ് തിയറി വിത്ത് business practice. Second one, to apply economic concept and principle to solve business problems. Third one, to allocate the scarce resource in the optimal manner. And fourth one, to make all round development of a firm. Fifth one, to minimize risk and uncertainty. Sixth one, to develop in demand and forecasting, sales forecasting. Seventh one, to help in profit maximization. And last one, eighth one, to help to achieve the other objectives of the firm like industry leadership, expansion, implementation of policies. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ യൂസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ നോക്കാം. ഇറ്റ് പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജർ ഡിസിഷൻ മേക്കിംഗ്. മാനേജർ ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗീവ് ആൻസർ ടു ദ ബേസിക് പ്രോബ്ലം ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്. ഇറ്റ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അനാലിസിസിനും ഫോർകാസ്റ്റിംഗിനും വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. Then it provide tools for demand forecasting and profit planning. Profit planning-നും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിനും ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗൈഡ് ദ മാനേജറിയൽ എക്കണോമിസ്റ്റ്. മാനേജറിയൽ എക്കണോമിസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ബിസിനസ് പോളിസീസ്. ബിസിനസ് പോളിസീസ് എന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് അസിസ്റ്റ് ദ മാനേജ്മെന്റ് ടു നോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദ ബിസിനസ്. അതായത് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതെന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നത്. ഈ നെക്സ്റ്റ് വരുന്നത് ഫോളോയിങ്സ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസ്. ഓക്കെ, ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രോഡക്റ്റ് മിക്സ്. Then selection of method of production, product line decision, determination of price and quantity, decision of promotional strategy, optimum input combination, allocation of resources, replacement decision, make or buy decision,
shutdown decision on export and import, location decision and capital budgeting. അപ്പോൾ ഇത്രയും ഏരിയകളിലാണ് മാനേജർ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ഏരിയ, ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്കോപ്പ് ഓഫ് മാനേജറിയൽ ബിസിനസ് or business economics. Scope of managerial economics or business economics. Managerial economicsന്റെയും business economicsന്റെയും സ്കോപ്പുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. The scope of managerial economics refers to the area of study. Scope of managerial economics is wider than scope of business economics. ഓക്കെ, അതായത് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിനേക്കാളും എന്താണ്, വൈഡാണ്, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള കാര്യമാണ്. മാനേജറിയൽ എക്കണോമിക്സ് ഡീൽസ് ദ ഡിസിഷൻ പ്രോബ്ലം ഓഫ് ബോത്ത് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരു മാനേജറിയൽ എക്കണോമിക്സ് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ പ്രോബ്ലത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതൊക്കെ ഡീല് ചെയ്യാറുണ്ട്. ഓക്കെ, ബിസിനസ് എക്കണോമിക്സ് ഡീൽ ഓൺലി ദ പ്രോബ്ലം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്നാൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ പ്രോബ്ലംസ് മാത്രമേ ഡീൽ ചെയ്യാറുള്ളൂ. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസും ഡീൽ ചെയ്യാറുണ്ട്. എന്നാൽ ബിസിനസ് ഓർഗനൈസേഷനെ ഓൺലി ഡീൽ വിത്ത് ബിസിനസ് എക്കണോമിക്സ് ഓൺലി ഡീൽ വിത്ത് ബിസിനസ് ഓർഗനൈസേഷൻ. Business economics gives solution to the problem of business unit or profit oriented unit. Business economics എന്താണ്, ബിസിനസ് യൂണിറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓറിയന്റഡ് യൂണിറ്റുമായിട്ടുള്ള പ്രോബ്ലങ്ങൾക്ക് മാത്രമേ സൊല്യൂഷൻ കൊടുക്കാറുള്ളൂ. ഒരു ബിസിനസ് എക്കണോമിക്സ് എന്താണ്, അതായത് ബിസിനസ് യൂണിറ്റ് ഓർ പ്രോഫിറ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലത്തിന് മാത്രമേ സൊല്യൂഷൻ കണ്ടെത്താറുള്ളൂ. എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് ഗീവ് സൊല്യൂഷൻ ദ പ്രോബ്ലം ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലൈക്ക് സ്കൂള്, ഹോസ്പിറ്റലൊക്കെ. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ പ്രോബ്ലംസിനും എന്താണ് നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സ് ഡീൽ ചെയ്യാറുണ്ട്. ലൈക്ക് നമ്മുടെ സ്കൂളായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്കോപ്പിന്റെ ബേസിൽ സ്കോപ്പ് കവർ 2 ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഈ സ്കോപ്പ് കവർ 2 ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് ഒപ്റ്റിമൽ ഓർ ഇന്റേണൽ യൂസ്, ബി എൻവയറമെന്റൽ ഓർ എക്സ്റ്റേണൽ യൂസ്. ഓക്കെ, അപ്പോൾ സ്കോപ്പ് ഡിസിഷൻ മേക്കിംഗ് കവർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഒപ്റ്റിമൽ ഓർ ഇന്റേണൽ യൂസ് ആൻഡ് എൻവയറമെന്റൽ ഓർ എക്സ്റ്റേണൽ യൂസ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പറേഷണൽ ഓർ ഇന്റേണൽ യൂസിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം അല്ലേ. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫസ്റ്റ് പോയിന്റ് ആണ്. The demand for the firm product would change in response to change in price, consumers income, his taste, etc. അതായത് ഒരു പ്രൊഡക്റ്റിന് മുകളിലുള്ള ഡിമാൻഡിന് ചേഞ്ച് വരാം. എങ്ങനെയൊക്കെയാണ്, പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ, കൺസ്യൂമേഴ്സിന്റെ ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ ടേസ്റ്റിന് ചേഞ്ച് വരുമ്പോഴൊക്കെ ഒരു പ്രൊഡക്റ്റിന് മുകളിലുള്ള ഡിമാൻഡിന് എന്ത് വരാം, പല രീതിയിലുള്ള ചേഞ്ച് വരാം. ഓക്കെ, വിച്ച് ആർ ദ ഡിറ്റർമിനിങ് ഓഫ് ദ ഡിമാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിമാൻഡിന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിന്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ, അത് വാങ്ങാനുള്ള അതിൻ്റെ പ്രൈസ് എല്ലാവർക്കും അഫോർഡബിൾ ആണോ, അത് വാങ്ങാനുള്ള വരുമാനം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണിൻ്റെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി കാണുന്ന ഫാക്ടേഴ്സ്. Okay, a study of the determinants of demand is necessary for forecasting future demand of a product. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിലുള്ള ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് ആ ഒരു ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് അനാലിസിസ്. Okay, cost analysis help ചെയ്യുന്നത്. This will help for more effective planning and sound pricing practice. Effective planningനും more sound pricing practiceനും വേണ്ടിയിട്ട് ഈ എന്താണ് കോസ്റ്റ് അനലൈസ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then pricing decision. Third one വരുന്നത് pricing decision. ഇതിൽ വരുന്നത് ദ പ്രൈസിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രൈസിങ്. അതുപോലെ തന്നെ അതായത് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തിയറി റിഗാർഡിംഗ് പ്രൈസ് ഫിക്സിംഗ്
fixation help the firms to solve the price fixation problems. അതിൽ പ്രൈസ് ഫിക്സേഷൻ തിയറീസുകൾ ഒരു എന്താ പറയുക ഫേമിന്റെ എന്താണ് പ്രൈസ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് അനാലിസിസ്, അത് ഏതൊരു ബിസിനസ്സും പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ബിസിനസ്സിലോട്ട് കൊണ്ടുവരിക എന്നാണ് ഏതൊരു ബിസിനസ് എക്കണോമിക്സിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് സംരംഭത്തിൻ്റെയും എന്താണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ the business managers have to take very important decisions relating to the firm's capital investment. ഒരു മാനേജേഴ്സ് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കണം. ആ ഫേമിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആ ഒരു മാനേജേഴ്സ് എന്ത് ചെയ്യണം, എടുക്കണം എന്നാണ് പറഞ്ഞത്. ദ മാനേജേഴ്സ് ഹാസ് ടു കാൽക്കുലേറ്റ് കറക്റ്റ്ലി ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മാനേജേഴ്സ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ടു പ്രോപ്പർലി അലോക്കേറ്റ് ദ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യുകയും വേണം. അതിൻ്റെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുകയും വേണം. സക്സസ് ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോപ്പർ അനാലിസിസ് ഓഫ് ക്യാപിറ്റൽ പ്രൊജക്റ്റ്. ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്താണ് പ്രോജക്റ്റ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്യുന്നതിലൂടെയും സെലക്ട് ദ ബെസ്റ്റ് വൺ, നല്ല ബെസ്റ്റ് വൺ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് ഒരു ബിസിനസ്സിന്റെ സക്സസ് കൈവരിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസിൽ വരുന്നത് പ്രൊഡക്ഷൻ അനാലിസിസ് ഈസ് നാരോവർ ഇൻ സ്കോപ്പ് ദാൻ കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് അനാലിസിസിനേക്കാളും ഒരു നാരോ സ്കോപ്പാണ് പ്രൊഡക്ഷൻ അനാലിസിസിനുള്ളത്. പ്രൊഡക്ഷൻ അനാലിസിസ് ഈസ് പ്രൊസീഡ് ഇൻ ഫിസിക്കൽ ടേംസ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ അനാലിസിസ് എന്താണ് പ്രൊസീഡ് ചെയ്യുന്നത് ഫിസിക്കൽ ടേംസിനെയാണ്. വൈൽ കോസ്റ്റ് അനാലിസിസ് പ്രൊസീഡ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് കോസ്റ്റ് അനാലിസിസ് പ്രൊസീഡ് ചെയ്യുന്നത് മോണിറ്ററി ടേംസിനെയാണ്. ഓക്കെ, ഇനി സപ്ലൈ അനാലിസിസ്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സപ്ലൈ അനാലിസിസ്. സപ്ലൈ അനാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താ വെച്ചെങ്കിൽ ഒരു സപ്ലൈ ഷെഡ്യൂള്, സപ്ലൈ കർവ് ആൻഡ് ഫങ്ഷൻസ്, ലോ ഓഫ് സപ്ലൈ, എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ. ഇതാണ് സപ്ലൈ അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സപ്ലൈ ഷെഡ്യൂള്, കർവ് ആൻഡ് ഫങ്ഷൻസ്, ലോ ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ. അപ്പോൾ നമ്മുടെ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് എക്കണോമിക്സിൽ നമ്മൾ രണ്ട് രീതിയിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് ഓപ്പറേഷണൽ ഓർ ഇന്റേണൽ യൂസ്, അതിൽ വരുന്നതാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് അനാലിസിസ്, പ്രൈസിംഗ് ഡിസിഷൻ, പ്രോഫിറ്റ് അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. അതിൽ വരുന്ന സെക്കൻഡ് വൺ ആണ്, അതായത് ബി ആണ് എൻവയോൺമെന്റൽ ഓർ എക്സ്റ്റേണൽ യൂസ്. ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ ഓർ ഇന്റേണൽ യൂസ് ആണ്. ദെൻ സെക്കൻഡ് വൺ എൻവയോൺമെന്റൽ ആൻഡ് ഇന്റേണൽ യൂസ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ വരുന്നതാണ് ദ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഇൻ ദ കൺട്രി. അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ദ ജനറൽ ട്രെൻഡ്സ് ഇൻ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ്, ഇൻകം, പ്രൈസ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഒന്നുകൂടി പറയാം, ദ ജനറൽ ട്രെൻഡ് ഇൻ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ്, ഇൻകം, പ്രൈസ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും ഇൻകത്തിലും പ്രൈസിലും സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റ് എന്നിവയിലൊക്കെയുള്ള പൊതുവായിട്ടുള്ള ഒരു പ്രവണത, അതായത് ജനറൽ ആയിട്ടുള്ള ട്രെൻഡ്സ്. Then second one, trends in the working of financial institutions like bank, financial corporation, insurance companies. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള എന്താണ് ബാങ്ക്, ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ് എന്നിവയുടെ പ്രവർത്തനത്തിലുള്ള ട്രെൻഡുകൾ, അതായത് പ്രവണതകൾ. Then third one, magnitude and trend in foreign trade. അതായത് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട വ്യാപ്തിയും പ്രവണതയും. ഓക്കെ, ദെൻ ട്രെൻഡ് ഇൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് തൊഴിലും അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവണതകൾ. Then last one, government economics policies, industrial policies, monetary policies, fiscal policies, price policies.
ഇതൊക്കെ എന്താണ് എക്കണോമിക് സിസ്റ്റത്തിന്റെ ടൈപ്പുകളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇതിൽ പറയുന്നത് എ മാനേജീരിയൽ എക്കണോമിസ്റ്റ് can play an important role by assisting the management to solve the difficult problem of decision making and forward planning. അതായത് ഫോർവേഡ് പ്ലാനിങ്ങിലും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിലുമുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ മാനേജ്ഡ് എക്കണോമിക്സ് സോൾവ് കണ്ടെത്തുന്നുണ്ട്. ആ പ്രശ്നം അവരെന്ത് ചെയ്യുന്നുണ്ട് പരിഹരിക്കുന്നുണ്ട്. അതായത് മാനേജ്ഡ് എക്കണോമിസ്റ്റുകൾ ആ പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട് പരിഹരിക്കുന്നുണ്ട്. Okay, the managerial economists have to study external and internal factors influencing the business while taking the decisions. അതായത് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ഇന്റേണൽ ഫാക്ടേഴ്സിനെയും കുറിച്ചിട്ട് നമ്മുടെ മാനേജ്ഡ് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യണം സ്റ്റഡി ചെയ്യണം. ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടു ബി ആൻസർഡ് ബൈ ദ മാനേജ്ഡ് എക്കണോമിസ്റ്റ്. അതായത് മാനേജ്ഡ് എക്കണോമിസ്റ്റ് ആൻസർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈസ് കോമ്പറ്റീഷൻ ലൈക്ലി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്? കോമ്പറ്റീഷന് കൂടുമോ കുറയുമോ, ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ആൻസർ കൊടുക്കണം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ പോപ്പുലേഷൻ ഷിഫ്റ്റ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഇൻ പർച്ചേസിംഗ് പവർ? ഒന്നുകൂടി പറയാം. വാട്ട് ആർ ദ പോപ്പുലേഷൻ ഷിഫ്റ്റ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് in purchasing power. Okay, അപ്പോൾ what are the population shift and their influence in purchasing power? Okay, അത് അവർ എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ പർച്ചേസിംഗ് പവറും അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം മനസ്സിലാക്കണം. ദെൻ ലാസ്റ്റ് വൺ, will the price of raw material increase or decrease? അതായത് റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുമോ ഡിക്രീസ് ആവുമോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആര് ആൻസർ ചെയ്യണം? നമ്മളുടെ എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യണം ആൻസർ പ്രൊവൈഡ് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, ഇതിൽ മറ്റ് ഫങ്ഷൻസ് പറയുന്നത് ദ ഫോളോയിങ് സ്പെസിഫിക് ഫങ്ഷൻ ഓഫ് മാനേജ്ഡ് എക്കണോമിക്സ്. അതായത് മാനേജ്ഡ് എക്കണോമിക്സിന്റെ സ്പെസിഫിക് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്ഷൻ ഷെഡ്യൂള്, എക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, സെക്യൂരിറ്റി മാനേജ്മെന്റ് അനാലിസിസ്, അഡ്വൈസ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, അഡ്വൈസ് ഓൺ ട്രേഡ്, എൻവയറമെന്റൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് എക്കണോമിക് അനാലിസിസ് ഓഫ് അഗ്രികൾച്ചർ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്ഡ് എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ വരുന്നത്. ഇനി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്ഡ് എക്കണോമിക്സ്. ഇപ്പം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, economics analysis of competing industry, investment appraisal, security management analysis, advice on foreign exchange management, advice on trade, environmental forecasting and economic analysis of agriculture and forecasting. ഇത്രയാണ് മാനേജ്ഡ് എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. മാനേജ്ഡ് എക്കണോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്ഡ് എക്കണോമിക്സ് അല്ല, മാനേജ്ഡ് എക്കണോമിസ്റ്റുകൾ എന്നാണ്. മാനേജ്ഡ് എക്കണോമിസ്റ്റിന്റെ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത് ടു ബ്രിങ് റീസണബിൾ പ്രോഫിറ്റ് ടു ദ കമ്പനി. ഒരു കമ്പനിക്ക് ന്യായമായ പ്രോഫിറ്റ് എന്ത് ചെയ്യുക കൊടുക്കുക. അതുപോലെ തന്നെ ടു മേക്ക് അതായത് റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്താണ് നേടി കൊടുക്കുക. പിന്നെ ടു മേക്ക് ആക്യുറേറ്റ് ഫോർകാസ്റ്റ്, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവചനം ഉണ്ടാക്കുക. ടു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഡാറ്റ റിസോഴ്സ്, അതായത് ഇൻഡിവിജ്വൽ ആൻഡ് ഡാറ്റ റിസോഴ്സുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് എപ്പോഴും നിലനിർത്തുക. ടു കീപ് ദ മാനേജ്മെന്റ് ഇൻഫോംഡ് ഓഫ് ഓൾ ദ പോസിബിൾ എക്കണോമിക് ട്രെൻഡ്, അതായത് സാധ്യമായ എല്ലാ
സാമ്പത്തിക പ്രവണതകളെ കുറിച്ചിട്ട് മാനേജ്മെന്റിനെ എന്ത് ചെയ്യുക, അറിയിക്കുക. ടു പ്രിപ്പയർ സ്പീച്ച് ഫോർ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, അതായത് ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ട് എന്താണ് സ്പീച്ചുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ടു പാർട്ടിസിപ്പേറ്റ് ദ പബ്ലിക് ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടു ഏൺ ഫുൾ സ്റ്റാറ്റസ് ഇൻ ദ ബിസിനസ് ടീം, അത് ബിസിനസ് ടീമിന് പൂർണ്ണമായിട്ടുള്ള പദവി നേടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ ഓർ ബിസിനസ് എക്കണോമിക്സ്, അതായത് ബിസിനസ് എക്കണോമിക്സിന്റെയും മാനേജീരിയൽ എക്കണോമിക്സിന്റെയും ചീഫ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്തതായിട്ട് നോക്കാം. ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ ഓർ ബിസിനസ് എക്കണോമിക്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഇൻ ക്യാരക്ടർ. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മൈക്രോ എക്കണോമിക് ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഇറ്റ് സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് എ ബിസിനസ് ഫേം, നോട്ട് ദ എൻറ്റയർ എക്കണോമി. ഒരു ബിസിനസ് ഫേമിന്റെ പ്രോബ്ലത്തിനെ കുറിച്ച് മാത്രമേ മാനേജീരിയൽ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരു എൻറ്റയർ എക്കണോമിനെ കുറിച്ചിട്ടുള്ളതൊന്നും അവർ സ്റ്റഡി ചെയ്യുന്നില്ല. സെക്കൻഡ് പറഞ്ഞത് മാനേജീരിയൽ എക്കണോമിക്സ് ലാർജ്ലി യൂസ് the body of economic concept and principles. മാനേജീരിയൽ എക്കണോമിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എക്കണോമിക് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ അവരുടെ കോൺസെപ്റ്റും ആണ്. അപ്പൊ അതിനെ അറിയപ്പെടുന്നത് വിച്ച് ഈസ് നോൺ ആസ് തിയറി ഓഫ് ദ ഫേം അല്ലെങ്കിൽ എക്കണോമിക്സ് ഓഫ് ദ ഫേം. ഓക്കെ, അതായത് മാനേജീരിയൽ എക്കണോമിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു എക്കണോമിക്സിന്റെ കോൺസെപ്റ്റും പ്രിൻസിപ്പിളും ആയതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്നത് തിയറി ഓഫ് ഫേം ഓർ എക്കണോമിക്സ് ഓഫ് ദ ഫേം ആയിട്ടാണ്. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ പ്രാഗ്മാറ്റിക്, അത് പ്രായോഗികമാണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് ആണ്, അത് പ്രായോഗികമാണ്. ഇറ്റ് ഈസ് പ്യുവർലി പ്രാക്ടിക്കലി ഓറിയന്റഡ്, ഇത് എന്താണ് തികച്ചും പ്രാക്ടിക്കലി ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ സോ മാനേജീരിയൽ എക്കണോമിക് കൺസിഡർ ദ പെർട്ടിക്കുലർ എൻവയോൺമെന്റ് ഓൺ എ ഫേം ഓർ ബിസിനസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് ഓറിയന്റഡ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓറിയന്റഡ് ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് ആസ് എ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിന്റെയും ഒരു ടൂൾ ആയിട്ട് നമ്മൾ ആരുപയോഗിക്കുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഒരു മോഡേൺ മാനേജ്മെന്റ് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് എന്ത്, ഡിസിഷൻ മേക്കിംഗ്. Perhaps the most important function of business manager is decision making. ഒരു ബിസിനസ് മാനേജറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. Decision making is the process of selecting on action from two or more alternative course of actions. Resources such as land, labor and capital are limited and can be employed in alternative use. So the question of choice arises. ഇതിൽ പറയുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ആക്ഷൻ ഫ്രം ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. രണ്ടോ അതിലധികമോ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരൊറ്റ ആക്ഷൻ പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണോ, രണ്ടോ അതിലധികമോ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസിൽ നിന്നും ഒരൊറ്റ ആക്ഷൻ തിരഞ്ഞെടുക്കുക. അതാണ് എന്താണ് ബിസിനസിന്റെ ഡിസിഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ ഡിസിഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈസി അല്ല അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ബിസിനസിന്റെ സക്സസിന് അത്രയും ബെസ്റ്റ് ആയിട്ട് ഡിസിഷൻ എന്താണ് എടുക്കുകയാണ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഒരു രീതിയിലും നമ്മൾ തെറ്റായ ഡിസിഷൻസ് എപ്പോഴും മേക്ക് ചെയ്യാൻ പാടില്ല. ആ തെറ്റായ ഡിസിഷന് കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിന് അതെന്ത് ചെയ്യാൻ പറ്റില്ല, ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് ഇൻവോൾവ് ദ ഫോളോയിങ് എലമെന്റ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫേംസ് ഒബ്ജക്റ്റ്. ഒരു ഫേമിന്റെ ഒബ്ജക്റ്റ് എന്താണ്, ഐഡന്റിഫിക്കേഷൻ. അതായത് എന്താണ്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ടു ബി
ടു ബി സോൾവ്ഡ്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഫേമിന്റെ ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്ത് ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് എന്താണ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്, പരിഹരിക്കേണ്ട എന്താണ് പ്രശ്നങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ എന്താണ് അത് നോക്കണം. പിന്നെ ദ ലിസ്റ്റിംഗ് ഓഫ് വാരിയസ് ഓൾട്ടർനേറ്റീവ്സിനായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. വിവിധ തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സിന്റെ പട്ടിക, അതായത് വിവിധ തരത്തിലുള്ള ബദലുകളുടെ ഓൾട്ടർനേറ്റീവ്സിന്റെ പട്ടിക. പിന്നെ അത് ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ആ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേഷൻ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും വേണം. ദെൻ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്, ആ ധാരാളം ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ചൂസ്, നമ്മൾ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് മോണിറ്റർ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫോളോയിങ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ പറയുന്നില്ല. സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ്, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഫോർവേഡ് പ്ലാനിങ്. അതായത് നമ്മൾ എന്താ വെച്ചെങ്കിൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ല. ഇപ്പം നമ്മൾ എന്ത് കാര്യവും നമുക്ക് കറക്റ്റായ രീതിയിൽ സക്സസ് ആവണമെങ്കിൽ, നമുക്ക് അത് ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്യണം. അതിപ്പോൾ നമുക്ക് എക്സാം വരികയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് ഒരു ചാപ്റ്റർ പഠിക്കുക, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നെ എത്ര ദിവസം നമ്മൾ പഠിക്കാൻ എടുക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കും. അത് നമ്മുടെ പ്ലാനിങ് ആണ്. ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അത് അവരുടെ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിനനുസരിച്ചിട്ടാണ് എക്സാം ടൈം ആകുമ്പോൾ അവർ എല്ലാ പോർഷൻസും കവർ ചെയ്യാം. അങ്ങനെ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർ ഒരു നല്ലൊരു പ്ലാനിങ് അവർ പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നല്ല സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. ഒരു മുൻകൂട്ടി നമ്മൾ പ്ലാനിങ് തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താണ് ആ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അല്ല അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഇടയിലുള്ള റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എന്താണ് അളവൊക്കെ എന്താണ് കുറവായിരിക്കും. അപ്പോൾ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫോർവേഡ് പ്ലാനിങ് മേക്ക് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിലേക്ക് വേണ്ട പ്ലാൻസ് തയ്യാറാക്കുക, അതാണ് ഫോർവേഡ് പ്ലാനിങ്. ഭാവിയിലോട്ടുള്ള എന്താണ് പ്ലാൻസ്, അതായത് ഭാവിയിലേക്ക് ആവശ്യമായുള്ള പ്ലാൻസ് എന്താണ് മേക്ക് ചെയ്യുക, അതാണ് ഫോർവേഡ് പ്ലാനിങ്. സിമ്പിൾ ആയിട്ട് അത്ര തന്നെയുള്ളൂ. ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ് മേക്ക് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാനേജ്മെന്റ് എക്കണോമിക്സ് ടൂൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ഏരിയ ആണ് എക്കണോമിക്സ് vs മാനേജറിയൽ എക്കണോമിക്സ്. എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്കണോമിക്സ്. ഓക്കെ, ഡീലിംഗ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ആസ്പെക്ട്സ്, അതായത് എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഡീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, ഓൺലി മൈക്രോ ആസ്പെക്ട്സ്, അതായത് മൈക്രോ ആസ്പെക്ട്സ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മുടെ സാധാ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ബോത്ത് മൈക്രോയും മാക്രോയും ആസ്പെക്ട്സ് ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സ് മൈക്രോ ആയിട്ടുള്ള ആസ്പെക്ട്സ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും നോർമേറ്റീവ് സയൻസ് ആണ്. എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് നോർമേറ്റീവ് സയൻസ് മാത്രമാണ്. അതായത് സാധാരണ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഡീൽ വിത്ത് തിയററ്റിക്കൽ ആസ്പെക്ട്സ്, അതായത് എന്താണ് എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ സ്റ്റഡി ബോത്ത് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ, അതായത് എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത് ഫേമിനെ കുറിച്ചും ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുമാണ്. എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് ഫേംസ് ഓൺലി, ഒരു ഫേമിൻ്റെ പ്രോബ്ലത്തെ കുറിച്ച് മാത്രമാണ് മാനേജറിയൽ എക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ദെൻ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വൈഡ് സ്കോപ്പാണ്, എന്നാൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നാരോ സ്കോപ്പാണ്. ഇത് രണ്ടുമാണ് എന്താണ് എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചു.
മാനേജിങ് എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചു. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് നമ്മുടെ എക്കണോമിസ്റ്റുകൾ ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. മാനേജിങ് എക്കണോമിക്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഒബ്ജക്റ്റീവ്സ്, ഫോർവേഡ് പ്ലാനിങ് എന്താണ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും ഈ ക്ലാസ് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കി ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എന്താണെങ്കിലും അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.